കേരളം ഇന്ന് ഉറ്റുനോക്കുന്നത് പിണറായി വിജയന്റെ നീതിബോധത്തെയാണ്. രാഷ്ട്രീയമായിട്ട് നേരിടാൻ കഴിയില്ല എന്ന് വരുമ്പോൾ വ്യക്തിഹത്യ ചെയ്തും കള്ളക്കേസുകൾ ചുമത്തിയും യുവ നേതാക്കളെ കൊടുക്കാൻ വെമ്പുന്ന പോലീസ് കോടതി ശിക്ഷിച്ച ഒരു MLA കാര്യത്തിൽ കാണിക്കുന്ന മൗനമില്ലേ, ജനാധിപത്യത്തിന് അത് നാണക്കേടുണ്ടാക്കുകയാണ്. പാലക്കാട്ടെ വിജയത്തിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓരോന്നോരോന്നായി കേസുകൾ കെട്ടിച്ചമച്ച തിരക്കിലായിരുന്നു ആഭ്യന്തര വകുപ്പ് ഇത്രയും കാലം ഉണ്ടായിരുന്നത്. ലൈംഗിക ആരോപണം ഉയർത്തി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവർ മറന്നുപോകുന്നത് ഒരു കാര്യമാണ്: കോൺഗ്രസ് എന്ന പാർട്ടി ഈ വിഷയത്തിലെടുത്ത ഉറച്ച നിലപാട്. അന്വേഷണവുമായി ബന്ധപ്പെട്ട രാഹുൽ പൂർണ്ണമായി സഹകരിക്കുമ്പോൾ തന്നെ ഇതിലെ രാഷ്ട്രീയ ഗൂഢാലോചന തുറന്നു കാണിക്കാൻ കോൺഗ്രസിന് മടിയുണ്ടായിട്ടില്ല. ഹൈക്കോടതി പോലും അറസ്റ്റ് തടഞ്ഞത് പോലീസിന്റെ അമിതാവേശം തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമായിരുന്നു. മറുഭാഗത്ത് നോക്കുകയാണെങ്കിലോ, അന്താരാഷ്ട്ര മയക്കുമരുന്ന് കേസിൽ പ്രതിയെ രക്ഷിക്കാൻ കോടതിയിലെ തൊണ്ടി മുതലായ അടിവസ്ത്രം മുറിച്ചു മാറ്റിയ ആന്റണി രാജുവിനെതിരെ ഇത്രകാലം എന്ത് നടപടിയാണ് സർക്കാർ എടുത്തത് എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത്. നെടുമങ്ങാട് കോടതി അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 3 വർഷം തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. അതിന്റെ ഫലമായി അദ്ദേഹം MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കപ്പെട്ടു. എന്നിട്ടും LDF സർക്കാർ അദ്ദേഹത്തിന് സംരക്ഷണമൊരുക്കുന്നത് എന്തിനാണ്? തങ്ങളുടെ മുന്നണിയിലെ ഘടകകക്ഷി നേതാവായ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കോടതി വിധി വന്നിട്ടും രാജിവെക്കുവാൻ ആവശ്യപ്പെടാതെ സംരക്ഷിക്കുന്ന CPIM രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ധാർമ്മികത പ്രസംഗിക്കുന്നത് പരിഹാസ്യമാണ് ഉണ്ടാക്കുന്നത്. ക്രിമിനൽ ഗൂഢാലോചന നടത്തിയ ആൾക്ക് വേണ്ടി ഒത്തുകളിക്കുന്ന സർക്കാരിനെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. കോൺഗ്രസ് പ്രസ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായിട്ടും തഴഞ്ഞിരുന്നു. സത്യം ജയിക്കും വരെ പോരാടുമെന്നുമായിരുന്നു രാഹുൽ മാങ്കൂട്ടൻ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട്. അതുപോലെ തന്നെ സത്യം എന്താണോ അതിനൊപ്പം തന്നെയാണ് ആ പാർട്ടി നിന്നത്. ഉടനടി അദ്ദേഹത്തെ പുറത്താക്കുന്ന നടപടിയിലേക്ക് വരെ ആ പാർട്ടി എത്തിയിരുന്നു. ആന്റണി രാജുവിനെ പോലുള്ള തൊണ്ടി മുതൽ വീരന്മാരെ ചുവപ്പ് കമ്പളം വിരിച്ച് സ്വീകരിക്കുന്ന സർക്കാർ കേരളത്തിന്റെ നീതിപീഠത്തെയാണ് അവഹേളിക്കുന്നത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷിക്കാൻ കോടതിയിലെ തൊണ്ടി മുതലായ അടിവസ്ത്രം മുറിച്ചു മാറ്റിയ ആന്റണി രാജുവിനെതിരെ സർക്കാർ ചെയ്യുന്നത് ഒരു പ്രതിയെ സംരക്ഷിക്കൽ കൂടിയാണ്. 2026 ജനുവരി 3 നെടുമങ്ങാട് കോടതി അദ്ദേഹത്തെ 3 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കമ്മിറ്റിയോട് റിപ്പോർട്ട് തേടിയും അയോഗ്യനാക്കാനും ധൃതി പിടിക്കുന്ന സ്പീക്കർ എന്തുകൊണ്ട് ആന്റണി രാജുവിന്റെ കാര്യത്തിൽ കമ എന്നൊരക്ഷരം മിണ്ടിയില്ല? മകളെ പോലുള്ള സ്ത്രീകളെ അപമാനിക്കുന്നെന്ന് ഘോരം പ്രസംഗിക്കുന്ന പിണറായി വിജയനും MV ഗോവിന്ദനും സ്വന്തം മുന്നണിയിലെ നേതാവ് കോടതിയിൽ തൊണ്ടി മുതൽ നശിപ്പിച്ചപ്പോൾ മൗനവ്രതത്തിലേക്ക് പൂണ്ടുപോയി. ആന്റണി രാജുവിന്റെ അയോഗ്യതയെക്കുറിച്ച് മിണ്ടാത്തവർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ധാർമ്മികതയുടെ കുപ്പായമിടുന്നത് മലയാളി തിരിച്ചറിയേണ്ടതുണ്ട്. മാങ്കൂട്ടത്തെ 14 ദിവസത്തെ റിമാൻഡിൽ വിട്ടിരിക്കുകയാണ്. പീഡനമല്ല, ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമെന്നാണ് രാഹുൽ ഈ വിഷയത്തിൽ നൽകിയ മൊഴി. രാഹുലിനെ മാവേലിക്കര സ്പെഷ്യൽ ജയിലിലാണ് ഇടുക. എന്തായാലും ആന്റണി രാജുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാങ്കൂട്ടത്തെ ചവിട്ടി പുറത്താക്കിയുള്ള CPMന്റെ ഈ നടപടിയുണ്ടല്ലോ, അത് കേരളത്തിന് മുന്നിൽ ഏതൊരു കേസിലും പിണറായി സർക്കാർ എടുക്കുന്ന ഇരട്ട നിലപാടിനെ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്.